ഒരു ഹോൾ വീഡിയോ ആണ്. മീഷോന്നും ആമസോണിനും ഫ്ലിപ്കാർട്ടിനും എല്ലാം 500 ബിലോ ആണ്. ചിലരെങ്കിലും പറയാറുണ്ട് തള്ള വൈബാണെന്നൊക്കെ. കുഞ്ഞി പാക്കേജാണ്. അടുത്ത പ്രോഡക്റ്റ്. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ടുഡേയ്സ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ട്. എൻ്റെ ചാനലിൽ ഏറ്റവും വ്യൂസ് ഉള്ളത് ഹോൾ വീഡിയോ ഒക്കെ തന്നെ. അപ്പോൾ ഹോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു ഭയങ്കര വലിയൊരു ഹോളൊന്നുമില്ല, ഒരു കുഞ്ഞു ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ റാൻഡം ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. മീഷോന്നും ആമസോണിനും ഫ്ലിപ്കാർട്ടിനും എല്ലാം റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണുള്ളത്. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വേറെയും കുറേ ഹോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ റാൻഡം ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റ്സ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. മീഷോന്നും ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഒക്കെ ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് ആണുള്ളത്. ഭയങ്കര വലിയ ഹോളൊന്നുമല്ല, ഒരു കുഞ്ഞി ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഞാനിനി ഓരോ പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓഫറുള്ള സമയത്താണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ഓരോന്നും എത്താൻ കുറച്ച് സമയം എടുത്തുകൊണ്ട് നമ്മൾ ഓരോരോ ടൈമിലായിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കാർട്ടിലിട്ട് വെച്ചിട്ട് റേറ്റ് നന്നായിട്ട് കുറയുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ എന്ത് പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോഴും അത്യാവശ്യം നല്ലപോലെ റേറ്റിങ്സും റിവ്യൂസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടുപോയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷനും റീഫണ്ട് ഓപ്ഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കങ്ങനെ ഭയങ്കര ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർക്ക് ഓൺലൈൻ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് മീഷോ എന്നുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ ആദ്യം ചെയ്യാം. കൂടുതൽ പേർക്ക് ഇഷ്ടം മീഷോ എന്നുള്ള ഹോളും കാര്യങ്ങളൊക്കെയാണ്. കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് വേറെ എവിടെയും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മീഷോ ഫൈൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ നമുക്ക് അൺപാക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാനെല്ലാം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനല്ലോ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ റീഫണ്ടിനും റിട്ടേണിനും ഒക്കെയുള്ള ടൈം ഡിലേ ആവും. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ അടുത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് അൺപാക്ക് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മീഷോ എന്താ പറയുക, നമ്മൾ റേറ്റ് കുറവാണെങ്കിൽ കൂടി അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ചില ഐറ്റംസ് ഒക്കെ ഭയങ്കര സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്ത് അയക്കാറുള്ളത്. അതിലവർക്ക് 10 on 10 ആണ്. ഈ ഒരു ബെഡ്ഷീറ്റ് സെറ്റാണ്. ഇത് ഞാൻ ഉമ്മക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉമ്മക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഞാനിങ്ങനെ കുറേ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉമ്മാനെ സോപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ടോട്ടൽ 2 ബെഡ്ഷീറ്റാണുള്ളത്. ഒരെണ്ണം എനിക്കും ഒരെണ്ണം ഉമ്മയ്ക്കാണ്. അപ്പോൾ ഇതാണ് ഉമ്മ ചൂസ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ്. ഇതാണ് ഇതിൻ്റെ പില്ലോ കവർ വരുന്നത്. അത്യാവശ്യം സൈസുള്ള പില്ലോ കവർ തന്നെയാണ്. പിന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. വൈറ്റ് ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ലേഡീസൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഓയിലിൻ്റെതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ക്ലോത്തും ആണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും റേറ്റിങ്സും റിവ്യൂസൊക്കെ നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല പ്രോഡക്റ്റ്സ് തന്നെ കിട്ടും. ഞാൻ ഒരുപാട് ബെഡ്ഷീറ്റ് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വിരിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അങ്ങനെ കുറേ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനെ റോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാം അടിപൊളിയായിരുന്നു. മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും കളർ ഫെയ്ഡിങ്ങോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ്. പിന്നെ ഞാനിതിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും 500 ബിലോ ആണ്. എനിക്ക് തോന്നുന്നു മീഷോ എന്നുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഒരു 449 ബിലോ ആയിരിക്കും വരുന്നത്. ഇതിനും 400 സംതിങ്ങോ. പിന്നെ 2 ബെഡ്ഷീറ്റ് ഉണ്ടായാലും ഒന്ന് 300 സംതിങ്ങോ ഒന്ന് 400 സംതിങ്ങോ ആയിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇതാണ് പില്ലോ കവർ വരുന്നത്. 2 പില്ലോ കവർ ഉണ്ട്. അത്യാവശ്യം സൈസുള്ള പില്ലോ കവർ തന്നെയാണ് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ് വരുന്നത് ഈ ഒരു പിങ്കാണ്. ഫുൾ സൈഡ് അലാസ്റ്റിക് ആണ് കേട്ടോ. ഇതുണ്ടോ, ഫുൾ സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും സുഖമാണ്. കാരണം ഇങ്ങനെ ഭയങ്കരമായിട്ട് ആകെ കേടുവന്നൊന്നും പോവില്ല. എപ്പോഴും നമ്മൾ ഇട്ടതുപോലെ ഇരിക്കും. ഫുൾ സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ക്വീൻ സൈസോ കിങ് സൈസോ ആണ്. ഐ തിങ്ക് ക്വീൻ സൈസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ബെഡിൻ്റെ സൈസും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ
സിംഗിളും ഡബിളും കിങ്ങും ക്വീനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ എന്തായാലും നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെറുതോ വലുതോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്. മെറ്റീരിയൽ ക്വാളിറ്റിയും കളറാണെങ്കിലും അങ്ങനത്തെ ടൈപ്പ് കളർ പോകുന്ന ടൈപ്പ് ക്ലോത്തൊന്നും അല്ല. അത്യാവശ്യം നല്ല അടിപൊളിയാണ്. നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഏതാ മെറ്റീരിയൽ എന്ന് കറക്റ്റ് എനിക്കറിയില്ല, പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതേ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തോ. നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ. ലൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പില്ലോ കവർ വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ നോക്കിയ പില്ലോ കവറിനേക്കാൾ ഒന്നും കൂടെ ചെറുതാണെന്ന് തോന്നുന്നു. ഞാനിത് ഇട്ട് നോക്കിയിട്ടില്ല, പക്ഷെ എന്നാലും പില്ലോ ഒക്കെ കൊള്ളും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല അതേപോലത്തെ സെയിം ക്വാളിറ്റിയിലുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലോത്ത് തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് തന്നെയാണ്. അതേ 2 പില്ലോ കവർ ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് വരുന്നത്. ഇതും ഫുൾ സൈഡ് അലാസ്റ്റിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫുൾ സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ച സമയത്ത് ഇങ്ങനെ 4 സൈഡിൽ 4 കോർണേഴ്സിൽ അലാസ്റ്റിക് ഉള്ള ടൈപ്പ് അങ്ങനത്തതുണ്ട്. പിന്നെ 2 സൈഡ്സിൽ മാത്രം അലാസ്റ്റിക് ഉള്ളത്. അങ്ങനെ ബെഡ്ഷീറ്റിൽ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നല്ലത് ഫുൾ സൈഡ് അലാസ്റ്റിക് ഉള്ളതാകുമ്പം നമ്മൾ എങ്ങനെയാണോ ഇടുന്നത് അതേപോലെ അവിടെ കിടക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുമ്പം അവർ കിടന്നുറങ്ങുമ്പോഴേക്കും ബെഡ്ഷീറ്റ് ആകെ ചുറ്റി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഹോം ഡെക്കോർ ഐറ്റംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോം ആക്സസറീസ്, കിച്ചൺ ആക്സസറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട് തള്ള വൈബാണെന്നൊക്കെ. ചിലപ്പോൾ ആയിരിക്കാം. എനിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ. പാത്രങ്ങളോടായിക്കോട്ടെ അല്ലെങ്കിൽ കിച്ചൺ വെയേഴ്സിനോടായിക്കോട്ടെ, അങ്ങനത്തെ കുക്ക് വെയേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്. ഇപ്പോൾ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ഹോം ഡെക്കോർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലർ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ നല്ല പ്രിൻ്റാണ്, നല്ല അടിപൊളി. ഒന്നാമത് ഒരു ലൈറ്റ് കളറാണ്, ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് മൊത്തത്തിൽ വരുന്നത്, ഫ്ലോറൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിന് പല റേറ്റിലും കിട്ടാറുണ്ട്. ഞാനിങ്ങനെ നോക്കി എനിക്കിപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് 300 സംതിങ്ങിന് എന്തോ ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളിങ്ങനെ കാർട്ടിലിട്ട് വെച്ചിട്ട് നിങ്ങൾക്കിങ്ങനെ നോക്കാം. ചില സമയത്ത് ഭയങ്കര ഓഫേഴ്സ് 50%, 60% ഒക്കെ ഓഫേഴ്സ് വരും. അപ്പോൾ ആ സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലക്കിന്, നല്ല വേർത്തിന്, നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് കിട്ടും. അടുത്തത് ഈ ഒരു കുഞ്ഞി പാക്കേജാണ്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇത് നോക്കൂ, ഭയങ്കര സേഫായിട്ട്, അതായത് ഉള്ളിലാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഡാമേജ് ഒന്നും വരാതിരിക്കാൻ ഇത്രയും സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ചെറിയ പൈസക്കുള്ള സാധനമല്ലേ, അതായത് അത്രയും അഫോർഡബിൾ ആയിട്ടാണ് നമുക്ക് മീഷോന്ന് ഓരോ പ്രോഡക്റ്റ്സ് കിട്ടുക. പക്ഷെ അവർ പാക്ക് ചെയ്യുന്നത് അത്രയും സേഫായിട്ടാണ്. ഇറ്റ്സ് 10 on 10. എന്നെ പോലെ ഇതുപോലെയുള്ള കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ട്രൈപോഡാണ്. ഇതിങ്ങനെ ഇതേത് വെച്ചത് ഇത്രേ ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. ഈ ഒരു സൈസിൽ നമ്മൾ ഫുള്ള് ഫോൾഡ് ചെയ്താൽ ഇതിന് വരുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിലും സ്ലിംഗ് ബാഗിലും ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷേ അത് വിചാരിച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല. നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് ഇവിടെയാണ് നമുക്ക് ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നത്. പിന്നെ നമുക്കിത് വലുതാക്കാം കേട്ടോ, അത്യാവശ്യം സൈസിൽ വലുതാക്കാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഇത്രയും ഇത് വലുതാക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ വലിയ ട്രൈപോഡൊന്നും നമുക്ക് ബാഗിലൊന്നും ക്യാരി ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാവുമ്പോൾ നമുക്ക് ഇത്രയും ചെറിയതാക്കി ഫോൾഡ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കൊരു ബ്ലൂടൂത്ത് സംഭവമുണ്ട്. അതായത് ഇവിടെ ഇത് നമുക്ക് ബ്ലൂടൂത്തിൽ അതായത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ,
ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇതെവിടെയെങ്കിലും ദൂരെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അങ്ങനെയും യൂസ് ചെയ്യാം. പിന്നെ അത് കൂടാതെ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരുപാട് പേരുടെ കയ്യിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു 100 സംതിങ് എന്തോ ഇതിന് വന്നിട്ടുള്ളൂ. 180 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം കുറച്ചായിട്ടുണ്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളും റേറ്റൊക്കെ ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ കാര്യങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞ് ബാഗിൽ വരെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു അടിപൊളി പ്രോഡക്റ്റ്. അടുത്തത് വന്നിട്ട് ഈ ഒരു കുഞ്ഞി പാക്കേജാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ പാത്തുവിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ആ സമയത്ത് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് പോയി, എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനിത് കൊടുത്തിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു ഏതോ ഒന്നിൽ നിന്ന് വിട്ടു പോകുന്ന, ഇതിൽ നിന്ന് എന്തോ വിട്ടു പോന്നിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 13 ക്ലിപ്പിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ഒരു ബ്രൗൺ ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറിൽ, ഒരു പീച്ച് കളറിലുള്ള ഷെയ്ഡിലുള്ള ഒരു 13 ക്ലിപ്പിൻ്റെ സെറ്റാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കുറേ ഐറ്റംസ്. ഇതിൽ നിന്ന് എന്തോ വിട്ടു പോകുന്നതാണ്. നമുക്ക് ഗ്ലൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു പ്രിൻറ്റ് വരുന്നത്. പിന്നെ എന്താണോ ഇങ്ങനെ ക്ലിപ്പാണ് വരുന്നത് ബാക്ക് സൈഡിൽ. ഇതേപോലെയുള്ള പ്രിൻസ്, അതേപോലെ ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കളിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാകുമ്പോൾ നമുക്ക് അവരാണെങ്കിൽ ഓരോ ക്ലിപ്പും കളയാവും. ഇതാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കിട്ടുന്നത്. പിന്നെ ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. അങ്ങനെ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടല്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. ഇതൊക്കെ ഭയങ്കര ഭംഗി ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർക്കും എന്തായാലും ഇഷ്ടപ്പെടും, കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബാർബി, ബട്ടർഫ്ലൈ. ഇത് നോക്കൂ, ഈ ഒരു ബോ ഷേപ്പിലുള്ളത് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റാണ് വരുന്നത്. ഇതിനും 100 സംതിങ് എന്തോ ആയിട്ടുള്ളൂ. ഒരു അടിപൊളി പ്രൊഡക്റ്റ്. അടുത്തത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഉമ്മാക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിപ്പ് ലോക്ക് കവേഴ്സാണ്. ഇതേപോലെ നമ്മുടെ കിച്ചൺ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉമ്മാക്ക്. എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ എന്തോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. ചെറിയൊരു റേറ്റേ വരുന്നുള്ളൂ. 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ചെറിയൊരു റേറ്റിലാണ് ഇതും കിട്ടിയിട്ടുള്ളത്. ഇത് മീഷോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ മീഷോ എന്നുള്ള ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒരു 2 4 പ്രൊഡക്ട്സ് ഒക്കെ ഇനി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇതും ഉമ്മയ്ക്കുള്ള തന്നെയാണ് കേട്ടോ. ഇതൊരു കുഞ്ഞി പാത്രമാണ്. ഇതിൻ്റെ അടപ്പാണ്. ഇതിൻ്റെ പിടുത്തമാണ്. ഇതിലിത് അവർ സ്ക്രൂ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സ്ക്രൂ ചെയ്യാം. ഒരു കുഞ്ഞി പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുഞ്ഞി പാത്രമാണ് വരുന്നത്. നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട്, കാരണം ഇതിൻ്റെ സൈസ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടോ എനിക്ക് തോന്നുന്നു. ഓർഡർ ചെയ്ത സമയത്ത് കുറച്ചും കൂടെ സൈസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രൈസിന് ഇത് വർത്താണ്. അപ്പോൾ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ നോൺ സ്റ്റിക്കാണ് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് തന്നെയാണ്. നമുക്കിതിവിടെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ ഇങ്ങനെ സ്ക്രൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ്. നമുക്ക് ചെറിയ ചെറിയ യൂസേജിനൊക്കെ പറ്റുള്ളൂ. നമുക്കൊരു കുഞ്ഞി കേക്ക് ഉണ്ടാക്കാം, അങ്ങനത്തെ കുഞ്ഞു യൂസേജിനൊക്കെ പറ്റുള്ളൂ. പക്ഷേ പാത്രം ഭയങ്കര ക്യൂട്ടായിട്ടില്ല. ഒന്നാമത് ആ സൈസും ചെറുതായതുകൊണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഒരു അടിപൊളി പ്രൊഡക്റ്റ്. അപ്പോൾ അടുത്തത് വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് എനിക്കുള്ളതാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു കോംബാണ്. ഇങ്ങനെ വൈഡ് ആയിട്ട് വരുന്ന ബ്രഷ് കോംബോ
അങ്ങനെ എന്താണ് ഇതിന് പറയുക. ഞാൻ ഇങ്ങനത്തെ കോമ്പ് നോർമലി യൂസ് ചെയ്യാറില്ല, നമ്മൾ നോർമലായിട്ടുള്ള കോമ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് ചെറിയ റേറ്റിന്, ഭയങ്കര 99 89 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രിൻ്റൊക്കെ നോക്കൂ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. നല്ല അടിപൊളി ബ്രഷും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെയർ ബ്രഷ്. അടുത്തത് ഇതേ വന്നിട്ട് ഈ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൽ വരുന്നത്, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പാക്കേജിങ് നോക്കിയാൽ ഭയങ്കര അടിപൊളിയായിട്ട് സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതൊരു സെറാമിക് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിൻ്റെ ലിഡാണ് ഇരിക്കുന്നത്. അത് അവർ സേഫായിട്ട് കവറിലൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെറാമിക് കണ്ടെയ്നറാണ്. ഇത് ഉമ്മാക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഉപ്പിട്ട് വെക്കാനോ അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇതിന് അത്യാവശ്യം റേറ്റ് വരും. ഒന്നാമത് സെറാമിക് പൊട്ടുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഇതിൽ ഒന്നാണ്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ്, അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. നമ്മൾ ചെറുതൊക്കെ ഇതിന് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല സൈസ് വരുന്നതാണ്. ഉള്ളിൽ കണ്ടോ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞി ലിഡൊക്കെ വന്നിട്ട് നല്ല ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉമ്മ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇനി നെക്സ്റ്റ് 2 പ്രൊഡക്റ്റും കൂടിയാണ് ബാക്കിയുള്ളത്. അത് രണ്ടും എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഈ ഒരു വലിയ ബോക്സാണ് അടുത്തത്. പോട്ടാണ് കേട്ടോ, പ്ലാന്റ്സിനുള്ള പോട്ടാണ് വരുന്നത്. ഈ ഒരു 5 പോട്ടിൻ്റെ സെറ്റാണ് വരുന്നത്. ഒരു പോട്ട് ഇത്രയും സൈസ് വരുന്നുണ്ട്. ഹോളില്ല, നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു കുഞ്ഞു ബാൽക്കണി ഉണ്ടല്ലോ, അപ്പോൾ ആ ബാൽക്കണിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ ഈ പ്രൊഡക്റ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഇതേപോലെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ, നമ്മളിതിൻ്റെ പ്ലാന്റിൻ്റെ അടിയിൽ, പോട്ടിൻ്റെ അടിയിൽ നമുക്ക് വെള്ളം പുറത്തോട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടി വെക്കാനുള്ളത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ട്രേകളുണ്ട്. ഇതെനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാനിത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ വന്ന സമയത്താണ് ഇത് കണ്ടത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. കാരണം നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചാൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വാട്ടറിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്യും. അത് നമുക്ക് എടുത്ത് ഒഴിവാക്കി കഴുകുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ ഒരു സറൗണ്ടിങ് ഭയങ്കര ക്ലീൻലെസ് ആവില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന 5 പോട്ട്സും അതിനുള്ള 5 ട്രേയും ആണുള്ളത്. ഇതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സും പോട്ട്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു വലിയ ബോക്സാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് ഓപ്പൺ ചെയ്യാം. എന്താന്ന് മനസ്സിലായോ? അപ്പോൾ ഇത് ഫ്രെയിമിൻ്റെ സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. 6 A4 സൈസ് ഫ്രെയിമിൻ്റെ സെറ്റാണ്. ഇതിങ്ങനെയും കൂടാതെ ഓരോരോ ഫ്രെയിമും വീണ്ടും റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് വരുന്നത്. 1/2 ഇഞ്ച് ബോർഡറിൻ്റെ വിടുത്ത് വരുന്ന ടൈപ്പ് ഫ്രെയിമാണ്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഗ്ലാസ് അല്ല, യെസ്, അതായത് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് ഈ വോളിലൊക്കെ ഫ്രെയിംസ് ഹാങ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു തവണ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഫ്രെയിംസൊക്കെ ഹാങ് ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വെയിറ്റ് കാരണം അതെല്ലാം കൂടെ തലയിൽ വീണു. അപ്പോൾ അതിനുശേഷം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആക്രിലിക് ഫ്രെയിംസ്. അതായത് ഈ കാണുന്നത് ഗ്ലാസ് അല്ല, ഇത് ആക്രിലിക് ആണ്. അതായത് ഗ്ലാസിൻ്റെ സെയിം പ്രോപ്പർട്ടീസും നീറ്റ്നെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, പക്ഷെ വെയിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാൻ വേണ്ടി പറ്റും. നമുക്കിതിങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള ക്ലിപ്സ് വരുന്നുണ്ട്. ഭയങ്കര വെയിറ്റ്ലെസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. കയ്യിൽ പിടിച്ച് വെയിറ്റ് ഇല്ലാതെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ആക്രിലിക് ആണ്.
പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിലിങ്ങനെ നമുക്ക് പീൽ ചെയ്യാനുള്ള ഒരു സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ തുടച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ഇതും ചെറിയ പ്രൈസിന് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വർക്കിനും യൂസ് ചെയ്യാം, പിന്നെ എനിക്കും യൂസ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു റേറ്റിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് 6 പീസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോ. കമ്പൈൻ ചെയ്തിട്ട്, അതായത് മീഷോന്നും ഫ്ലിപ്കാർട്ടിന്നും ആമസോണിന്നും എല്ലാത്തിൽ നിന്നും ഉള്ള പ്രൊഡക്ട്സും ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആയിരുന്നു. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നുമില്ല, കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ എല്ലാ സൈറ്റിലാണെങ്കിലും ഇപ്പോൾ പല സമയത്തും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ ഓരോ പ്രോഡക്റ്റ്സും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ കാര്യങ്ങളോ സജഷൻസോ എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.